നമുക്കറിയാം സ്ത്രീ സ്വാതന്ത്ര്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രാജ്യമാണ് ഇറാൻ എന്ന്. അതിന്റെ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അടക്കം ഇടയ്ക്കിടയ്ക്ക് ഇറാനിൽ നിന്നുള്ള വാർത്തകൾ പുറത്തു വരാറുണ്ട്. യുദ്ധമുഖത്ത് വീറും വാശിയും പുലർത്തി മുന്നോട്ടു പോകുന്ന ഇറാന് സ്ത്രീ വിഷയത്തിൽ ചില്ലറയൊന്നുമല്ല ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നാണക്കേടുണ്ടാക്കാറുള്ളത്. പലപ്പോഴും പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി യുദ്ധവിഷയത്തിൽ മാസ് ഡയലോഗ് അടിക്കാറുള്ളത് ലോകശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട്. അത്തരത്തിൽ ഖമേനിയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അത് ഇറാനിലെ സ്ത്രീകളെക്കുറിച്ചാണ്. ലോലമായ ഒരു പൂവാണ് സ്ത്രീയെന്നും വെറുമൊരു അടുക്കളക്കാരി അല്ലെന്നുമാണ് ഖമേനിയുടെ പ്രസ്താവന. ഒരു സ്ത്രീ ലോലമായ ഒരു പൂവാണ്, അടുക്കളക്കാരിയല്ല. പൂവിനെ പരിപാലിക്കുന്നത് പോലെ ആകണം ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത്. പൂവിനെ നല്ലതുപോലെ പരിചരിക്കേണ്ടതുണ്ട്. അതിന്റെ പുതുമയും സുഖകരമായ പരിമളവും പ്രയോജനപ്പെടുത്തുകയും അന്തരീക്ഷത്തെ സുഗന്ധപൂരിതമാക്കാൻ ഉപയോഗപ്പെടുത്തുകയും വേണം. ഇങ്ങനെയായിരുന്നു ഖമേനി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത്. കുടുംബത്തിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പങ്കാളിത്തത്തെക്കുറിച്ച് മറ്റൊരു കുറിപ്പും ഖമേനി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന്റെ ചെലവുകളുടെ ഉത്തരവാദിത്വം പുരുഷനാണെന്നും കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ടതിന്റെ ചുമതല സ്ത്രീകൾക്കാണെന്നുമാണ് കുറിപ്പിൽ. ഈ ചുമതലകൾ ഒരിക്കലും മേധാവിത്വത്തെ സൂചിപ്പിക്കുന്നതല്ല. ഇവ വ്യത്യസ്തമായ യോഗ്യതകളാണ്. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാനാകില്ല. ഇതാണ് രണ്ടാമത്തെ കുറിപ്പിലുള്ളത്. 2022 22കാരിയായ മഹ്സ അമിനിയുടെ മരണശേഷം ഇറാനിൽ നിരവധി സ്ത്രീകൾ തെരുവിലിറങ്ങിയിരുന്നു. ഖമേനിയുടെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച ഇവർ കർശനമായ ഹിജാബ് നിയമങ്ങൾ ലംഘിച്ചു. 1979 ഇറാനിയൻ വിപ്ലവം മുതൽ അയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ ഇസ്ലാമിക നിയമത്തിന്റെ അല്ലെങ്കിൽ ശരിയയുടെ കർശനമായ വ്യാഖ്യാനം അടിച്ചേൽപ്പിച്ചു. ഇത് സ്ത്രീകളുടെ അവകാശങ്ങളെ കഠിനമായി വെട്ടിക്കുറച്ചു. നിർബന്ധിത ഹിജാബ് നിയമമായി സ്ത്രീകൾ പൊതുസ്ഥലത്ത് സ്വയം മറയ്ക്കാൻ നിർബന്ധിതരായി. വരും പതിറ്റാണ്ടുകളായി ഇറാനിയൻ സ്ത്രീകളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന നിയന്ത്രണ നടപടികളുടെ ഒരു തുടക്കം മാത്രമായിരുന്നു ഇത്. ഹിജാബ് നിയമം ലംഘിച്ചുവെന്നാരോപിച്ച് സദാചാര പോലീസ് കസ്റ്റഡിയിലെടുത്ത അമിനിയുടെ മരണം 2022 രാജ്യത്തുടനീളം വൻ പ്രതിഷേധത്തിന് ഇടയാക്കി. അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന നിയമങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തണമെന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ആവശ്യപ്പെട്ടപ്പോൾ സ്ത്രീ, ജീവിതം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ഒരു പ്രതിഷേധമുയർത്തി. ഈ പ്രതിഷേധങ്ങളെ ക്രൂരമായ ബലപ്രയോഗത്തിലൂടെ നേരിട്ടു. നൂറുകണക്കിന് മരണങ്ങൾക്കും പതിനായിരക്കണക്കിന് അറസ്റ്റുകൾക്കും കാരണമായി. അമിനിയുടെ മരണത്തിന് 2 വർഷത്തിനു ശേഷം സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന വിയോജിപ്പ് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഇറാനിയൻ അധികാരികൾ ശക്തമാക്കിയിട്ടുണ്ട്. ഖമേനിയുടെ തന്നെ നിർദ്ദേശത്തെ തുടർന്ന് സദാചാര പോലീസ് നൂർ അല്ലെങ്കിൽ ലൈറ്റ് എന്ന പേരിൽ ഒരു പുതിയ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഇത് നിർബന്ധിത ഹിജാബ് പുത്തൻ വീര്യത്തോടെ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ സദാചാര പോലീസും ട്രാഫിക് പോലീസും മറ്റ് സ്ഥാപനങ്ങളും ആക്രമണോത്സുകമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ക്രൂരമായ ക്യാമ്പയിൻ തെരുവ് പെട്രോളിംഗിൽ ഗണ്യമായ വർധനവിന് കാരണമായി. ഹിജാബ് നിയമങ്ങളെ ധിക്കരിക്കുന്ന സ്ത്രീകൾക്ക് നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കൽ, ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ, കാർ കണ്ടുകെട്ടൽ, യൂണിവേഴ്സിറ്റി നിഷേധങ്ങൾ എന്നിവ ഉൾപ്പെടെ നിരവധി ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്.